ആം ആദ്മി പാർട്ടി നേതാവ് സൗരഭ് ഭരദ്വാജിന്റെ വസതിയിൽ ഇ ഡി പരിശോധന. ഡൽഹിയിലെ വസതിയിലടക്കം 12 ഇടങ്ങളിലാണ് ഇ ഡി പരിശോധന നടത്തുന്നത്. പി ആർ അരവിന്ദ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ, ഇപ്പോൾ ഇങ്ങനെയൊരു പരിശോധനയ്ക്ക് പിന്നിൽ എന്താണ്? അമൃത, ആം ആദ്മി പാർട്ടി നേതാവ് സൗരഭ് ഭരദ്വാജിന്റെ വസതിയിലടക്കം 12 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന പുരോഗമിക്കുന്നത്. ആശുപത്രി നിർമ്മാണ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നതാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രധാനമായും ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം 5600 കോടി രൂപയുടെ അഴിമതി നടന്നിരുന്നു. കാരണം 2018-19 കാലയളവിലാണ് 24 ആശുപത്രികളുടെ നിർമ്മാണത്തിനായി ആം ആദ്മി സർക്കാർ 5600 കോടിയോളം രൂപ അനുവദിക്കുന്നത്. പക്ഷേ ഇതിന്റെ പണി ഏറ്റവും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നാളിതുവരെ ഇതിന്റെ പണികൾ തീരുമാനമോ അതുപോലെ തന്നെ നിർമ്മാണങ്ങൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൃത്യമായ അഴിമതി നടന്നുവെന്ന് തന്നെയാണ് ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൗരഭ് ഭരദ്വാജിന്റെ വസതിയിലടക്കം ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന പുരോഗമിക്കുന്നത്. എന്തായാലും ഇപ്പോഴുള്ള നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നതാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് അടക്കമുള്ള നേതാക്കളെ വിവിധ കേസുകളിൽ ഇ ഡി ലക്ഷ്യം വെച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ നേതാക്കളിലേക്ക് കൂടി BJP അവരുടെ രാഷ്ട്രീയ ആയുധത്തെ അയച്ചിരിക്കുന്നു എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണമുള്ളത്. ആം ആദ്മി പാർട്ടി നേതാവായ സത്യേന്ദ്ര ജെയിന് കൂടി ഈ കേസിൽ ഇ ഡി പരിശോധനകളും അദ്ദേഹത്തിന്റെ വസതിയിലും പരിശോധന നടത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ 12 ഇടങ്ങളിൽ സൗരഭ് ഭരദ്വാജുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ അദ്ദേഹത്തിന്റെ വസതിയിലടക്കം 12 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു. ഡൽഹി പ്രസിഡന്റാണ് സൗരഭ് ഭരദ്വാജ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൗരഭ് ഭരദ്വാജ് പരാജയപ്പെട്ടിരുന്നു. നേരത്തെ ഡൽഹിയിലെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്ത് അനുവദിച്ച പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന നടക്കുന്നത്. അമൃത.